പ്രഭാത വാർത്ത വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. ചികിത്സാ പിഴവ് ആരോപിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അർദ്ധരാത്രി മൃതദേഹവുമായി ബന്ധുക്കളുടെ പ്രതിഷേധം. പനിയെ തുടർന്ന് ചികിത്സയിലായിരുന്ന പുന്നപ്ര സ്വദേശി 70 വയസ്സുകാരി ഉമൈബയാണ് ഇന്നലെ 12 മണിയോടെ മരിച്ചത്. നട്ടലുകുത്തി പരിശോധിക്കാൻ പറഞ്ഞിട്ട് പോലും അതെന്തായിട്ടില്ല. പരിശോധിക്കാതാണ് ഇവിടുന്ന് എന്തായത്, കോട്ടയത്തേക്ക് ഡിസ്ചാർജ് ചെയ്ത് വിട്ടത്. സൂപ്രണ്ട് വിളിച്ച് ബഹളം വെച്ചിട്ടാണ് എന്താക്കിയത്, ICUയിലോട്ട് ഉമ്മായി മാറ്റിയത്. അപ്പോൾ അത്രയും നേരം ബെഡ് കൊണ്ട് ICUയിലോട്ട് മാറ്റേണ്ട പേഷ്യൻ്റ് ആണെന്ന് HODക്ക് അറിയാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഉമ്മായി അഡ്മിറ്റ് ചെയ്ത ഡോക്ടറിന് അറിയാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഇവരോട് വന്നിട്ട് PGയോട് വിളിച്ച് PG വന്നിട്ട് ഇത് നട്ടലുകുത്തി പരിശോധിക്കുന്ന വിഷയം സൂപ്രണ്ട് വിളിച്ച് പറഞ്ഞ കാര്യം ചോദിച്ചപ്പോൾ അവർ വെച്ചാൽ എന്ത് സൂപ്രണ്ടെന്നാണ്. അപ്പോൾ ഈ സൂപ്രണ്ടിന് പോലും ഈ ഹോസ്പിറ്റലിൽ അപ്പോൾ വിലയില്ലേ? അപ്പോൾ പിന്നെ നമ്മൾ സാധാരണക്കാർ എന്താ ചെയ്യുക? എവിടെ പോയി ഇത് പരാതി പറയുക? എനിക്കിപ്പോൾ അറിയേണ്ടത് ഞാനിത് എവിടെയാണ് പരാതിപ്പെടേണ്ടതെന്നുള്ളതാണ്. മനീഷ് മഹിപാൽ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. മനീഷ്, എന്താണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന് കാരണമായത്? ഈ ചികിത്സാ വീഴ്ച, കൃത്യമായ സമയത്ത് ചികിത്സ കൃത്യമായത് നൽകിയില്ല എന്നാണോ? എന്താണ് ബന്ധുക്കൾ ഉന്നയിക്കുന്ന പരാതി? സ്മിത, ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ഒട്ടേറെ പരാതികളും ആക്ഷേപങ്ങളും ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട്. ഈ സംഭവം ഇങ്ങനെയാണ്. അതായത് 25 ദിവസങ്ങൾക്ക് മുൻപാണ് ആലപ്പുഴ പുന്നപ്ര സ്വദേശിയായിട്ടുള്ള 70 വയസ്സുകാരി ഉമൈബയെ പനിയുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. എത്തിക്കുന്ന സമയത്ത് നടന്നു വരികയായിരുന്നു ആശുപത്രിയിൽ എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. സാധാരണ ജലദോഷ പനിയായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ആശുപത്രിയിലെ ജനറൽ വിഭാഗം മെഡിസിൻ വാർഡിലായിരുന്നു കിടത്തിയിരുന്നത്. അവിടെ ചാർജ് ഷീറ്റിൽ ഡോക്ടർ അമ്പിളി എന്ന പേരായിരുന്നു ഉണ്ടായിരുന്നെങ്കിലും ആ ഡോക്ടറെ ഇതുവരെയും ആ രോഗിയോ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡർമാരോ കണ്ടിരുന്നില്ല. 5 ദിവസങ്ങൾക്ക് ശേഷം പോലുമാണ് ഒരു PG ഡോക്ടറെ കണ്ടത്. ആദ്യഘട്ടത്തിൽ ഡോക്ടറെ കണ്ടെങ്കിൽ പിന്നീട് 5 ദിവസങ്ങൾക്ക് ശേഷമാണ് ഡോക്ടറെ കണ്ടതെന്ന് ഈ ബന്ധുക്കൾ പറയുന്നുണ്ട്. പിന്നീട് അസുഖം മൂർച്ഛിച്ചു, കോമ സ്റ്റേജിലേക്ക് ആൾ തളർന്നു കിടക്കുന്ന രീതിയിൽ മാറി. അങ്ങനെ ആ സ്ഥിതിയിലേക്ക് മാറിയപ്പോഴാണ് ജീവൻ രക്ഷിക്കണമെങ്കിൽ മറ്റേതെങ്കിലും സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിക്കോളാൻ അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ തന്നെ പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 ദിവസങ്ങൾക്ക് മുൻപാണ്, മിനിഞ്ഞാന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക്, മറ്റ് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പണമില്ല എന്ന് കുടുംബം പറയുന്നു. അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് അസുഖം മൂർച്ഛിച്ചു. ഈ ന്യൂമോണിയ ബാധിച്ചു, തലച്ചോറിലടക്കം അണുബാധയുണ്ടായി. ന്യൂമോണിയ ബാധിച്ച് അസുഖം മൂർച്ഛിച്ചാണ് മരണപ്പെട്ടതെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. അങ്ങനെ ഇന്നലെ വൈകിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് ഉമൈബ മരിച്ചു. അങ്ങനെ ഈ മരണത്തിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് അനാസ്ഥയുണ്ട്, ഗുരുതരമായ വീഴ്ചയുണ്ട്. ഡോക്ടർമാർ ആരും തിരിഞ്ഞു നോക്കിയിരുന്നില്ല. അങ്ങനെ വേണ്ട ചികിത്സ, പരിചരണം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്ന് ഉമൈബയ്ക്ക് ലഭിച്ചിരുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇന്നലെ രാത്രി 11:45 കഴിഞ്ഞ് മകൻ നിയാസും ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിന് മുൻപിലെത്തി മൃതദേഹവുമായി അവിടെ കുത്തിയിരുന്നുള്ള പ്രതിഷേധം ആരംഭിച്ചത്. അങ്ങനെ വലിയ പ്രതിഷേധമായി 1 മണിക്കൂറോളം കഴിഞ്ഞു. MLAയോ അല്ലെങ്കിൽ സൂപ്രണ്ടോ, ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടോ അവിടെ എത്തി ഇതിനൊരു പരിഹാരം അല്ലെങ്കിൽ ഇതിന് ഈ വീഴ്ച ഉണ്ടാക്കിയവർക്ക് നടപടി എടുക്കുന്ന കാര്യത്തിൽ ഉറപ്പ് നൽകാതെ പിരിഞ്ഞു പോകില്ല എന്ന നിലപാട് സ്വീകരിച്ചു. അങ്ങനെ രാത്രി 1:30 ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് അബ്ദുൽ സലാം അവിടെ എത്തി ഈ സംഭവത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് ഇവരോട് സമ്മതിക്കുകയും ബന്ധുക്കളോട് സമ്മതിക്കുകയും ഇവർക്കെതിരെ ഏത് ഡോക്ടറാണോ ഇവരെ ചികിത്സിച്ചത്, ആരൊക്കെയാണോ ആ സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത്, ഏതൊക്കെ സ്റ്റാഫുകളാണ് ഇവരെ പരിചരിച്ചത്, അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഉറപ്പ് നൽകിയ ശേഷം ഇന്നലെ രാത്രി 1:30 ബന്ധുക്കൾ അവിടെ വിട്ടുപോയത്. ഇന്ന് രാവിലെ പകൽ 10 മണിക്കാണ് ഉമൈബയുടെ ഖബറടക്കം. സ്മിത. ശരി, മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ഏതായാലും ബന്ധുക്കൾ പ്രതിഷേധം അവസാനിപ്പിച്ചത് കൃത്യമായ നടപടി ഉണ്ടാകും എന്ന ഉറപ്പ് ബന്ധുക്കൾക്ക് ആശുപത്രി സൂപ്രണ്ട് നൽകിയതിന് ശേഷമാണ്. ഇന്നിപ്പോൾ ആ വാർത്തയുടെ തുടർ വാർത്തകൾ വരും മണിക്കൂറുകളിൽ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കോഴിക്കോട് പന്തീരങ്കാവ് ഗാർഹിക പീഡനക്കേസിൽ വിദേശത്തേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ ഒരുങ്ങി പോലീസ്. പ്രതി രാഹുൽ P. ഗോപാൽ സിംഗപ്പൂരിലേക്ക് കടന്ന സാഹചര്യത്തിലാണ് അന്വേഷണ സംഘത്തിന്റെ ഈ നീക്കം. രാഹുലിന്റെ മാതാവിന്റെയും സഹോദരിയുടെയും മൊഴി ഇന്ന് രേഖപ്പെടുത്തിയേക്കും. ഫറോക്ക് ACPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ പരാതിക്കാരിയുടെ വീട്ടിലെത്തി വിശദമായ മൊഴി രേഖപ്പെടുത്തി. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ FIRൽ മാറ്റം വരുത്തിയേക്കും. കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കാനും സാധ്യതയുണ്ട്. പ്രതിയുടെയും അടുത്ത ബന്ധുക്കളുടെയും മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. കേസിൽ പോലീസ് വീഴ്ച ആരോപിച്ച് പന്തീരങ്കാവ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് ഇന്ന് മാർച്ച് നടത്തും. ഇനി മറ്റൊരു വാർത്തയിലേക്കാണ്. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പൂർണ്ണമായി ഇന്നു മുതൽ പുനരാരംഭിക്കും. ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകളുമായി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഇന്നലെ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് തീരുമാനം. സർക്കുലറിൽ പ്രായോഗിക മാറ്റങ്ങൾ വരുത്താമെന്ന ഉറപ്പിന് പിന്നാലെയാണ് ടെസ്റ്റുമായി സഹകരിക്കാൻ സംയുക്ത സമരസമിതിയുടെ തീരുമാനം.
ഈ മാസം 2-ന് തുടങ്ങിയ ബഹിഷ്കരണ സമരമാണ് ഗതാഗത മന്ത്രിയുമായി തൊഴിലാളി സംഘടനകൾ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ ഇന്നലെ ഒത്തുതീർപ്പായത്. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും ജീവനക്കാരുടെയും ആവശ്യങ്ങൾ മന്ത്രി ഇന്നലെ വിശദമായി കേട്ടിരുന്നു. ടെസ്റ്റ് പരിഷ്കരിച്ചുകൊണ്ടുള്ള സർക്കുലർ പിൻവലിക്കില്ല. എന്നാൽ ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് നിരവധി മാറ്റങ്ങൾ വരുത്തുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ 24-നോട് പറഞ്ഞു. ഒരു കാറിൻ്റെ പഴക്കം 15 വർഷമെന്നാണ് പറഞ്ഞത്. ഇത് അവർക്കൊരു 3 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. 15 എന്നുള്ള 18 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഓഫീസിൽ 40 ലൈസൻസ് എന്നുള്ളതായിരുന്നു തീരുമാനം. അപ്പോൾ ഒരു ഓഫീസിലെ ഒരു MBA 2 MBA ഉണ്ടെങ്കിൽ 80 ലൈസൻസ് എടുക്കും. 2 വശവും ക്ലച്ചും ബ്രേക്കും ഉണ്ട്. അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞിരുന്നു. തൽക്കാലം അത് അങ്ങനെ ക്ലച്ചും ബ്രേക്കും ഇരുന്നോട്ടെ. ഒരു അപകടം ഈ ഡ്രൈവിംഗ് പഠിച്ചിരിക്കുന്ന ആളുണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു സഡൻ ബ്രേക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അത് ഇളവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം പിന്നീട് റോഡ് ടെസ്റ്റ് എന്ന നിലയിൽ തന്നെ ഇന്നു മുതൽ ടെസ്റ്റ് നടക്കും. അതേസമയം MIT വാഹനം ഉപയോഗിക്കാൻ കഴിയില്ല എന്ന തീരുമാനത്തിൽ മന്ത്രി ഉറച്ചു നിന്നു. കാറുകളിൽ ക്യാമറ സ്ഥാപിക്കുന്ന കാര്യത്തിലും വിട്ടുവീഴ്ചയില്ല. ചർച്ചയിലെ തീരുമാനങ്ങളിൽ പൂർണ്ണ സംതൃപ്തരാണെന്ന് CITU ഒഴികെയുള്ള സംഘടനകൾ പ്രതികരിച്ചിരുന്നു. ബഹിഷ്കരണം കാരണം നടക്കാതെ പോയ ടെസ്റ്റുകൾ നടത്തുന്നതിൽ ഉചിതമായ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് ഗതാഗത മന്ത്രി അറിയിച്ചു. ടെസ്റ്റുകൾ വേഗത്തിലാക്കുന്നതിന് KSRTCയുടെ ടെസ്റ്റ് ഗ്രൗണ്ടുകളും ഉടൻ സജീവമാക്കാനാണ് ഗതാഗത വകുപ്പ് ലക്ഷ്യമിടുന്നത്. 24 തിരുവനന്തപുരം. രാജ്യസഭാ സീറ്റ് LDFന് കീറാമുട്ടിയാകുന്നു. കേരള കോൺഗ്രസ് എമ്മിനും CPIക്കും പിന്നാലെ ഒഴിവ് വരുന്ന സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച RJDയും രംഗത്തെത്തി. CPIM സംസ്ഥാന സെക്രട്ടറിയുമായി വിഷയം സംസാരിച്ചിട്ടുണ്ടെന്ന് RJD നേതാവ് വർഗീസ് ജോർജ് പറഞ്ഞു. LDFിലെ ലോക്സഭാ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നത് CPM-ഉം CPIയും നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ അവര് 3 പേർക്കും കൊടുത്തല്ലോ. അതിനെ തുടർന്ന് നമ്മളുമായിട്ട് ഉഭയകക്ഷി ചർച്ച നടന്നു. CPIക്ക് ആവട്ടെ ഇപ്പോൾ ഒരു സീറ്റ് ഉണ്ട്. കേരള കോൺഗ്രസിനാവട്ടെ ജോസ് കെ മാണിയുടെ 6 വർഷവും മുഴുവൻ കൊടുത്തു, ലോക്സഭാ സീറ്റ് കൊടുത്തു. അപ്പം അവർക്കും തൃപ്തിയായിരുന്നു. പിന്നെ നമ്മൾക്കാണ് സീറ്റ് കിട്ടാനുള്ളത്. അപ്പൊ നമ്മളുമായിട്ട് ബയലാറ്ററൽ ചർച്ച നടന്നു. ഞങ്ങൾ പറഞ്ഞു നമുക്ക് സീറ്റ് വേണം. പറഞ്ഞ മാത്രമേ ഞങ്ങൾ എഴുതി കൊടുക്കുകയും ചെയ്തു മാർച്ചില്. ഇപ്പൊ ജൂലൈയിലാണല്ലോ വേക്കൻസി വരുന്നത്. അപ്പൊ ജൂണിലാകുമ്പോൾ അതിന്റെ പ്രോസസ്സ് തുടങ്ങുമായിരിക്കും. അപ്പൊ ആ ഘട്ടം വരും. അങ്ങനെയാണെന്ന് ഗവർണർ പറഞ്ഞു. ആ ഘട്ടം വരുമ്പോൾ നമ്മളുമായിട്ട് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. ശ്രീജിത്ത് ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, ഇപ്പോൾ തങ്ങൾക്ക് സീറ്റിന് അർഹതയുണ്ട് എന്ന് RJD നേതാവ് വർഗീസ് ജോർജ് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ കീറാമുട്ടിയായി മാറുകയാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, അല്ലേ? തീർച്ചയായും. ഇപ്പോൾ ഇതാ കേരള കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ അവകാശവാദം ഉന്നയിക്കുന്നു. അത് CPIക്ക് നിലവിൽ അവകാശവാദം അവർ നിലനിൽക്കുന്നുണ്ട്. ഇതാ ഇപ്പോൾ മൂന്നാമത്തെ കക്ഷി, 4ാമത്തെ കക്ഷിയാണ് LDFിലേത് എന്നാണ് അവരുടെ അവകാശവാദം. എന്തായാലും അവർ തങ്ങൾക്കും രാജ്യസഭാ സീറ്റിന് അവകാശമുണ്ട് എന്ന തരത്തിൽ അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. വർഗീസ് ജോർജിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ എല്ലാം വ്യക്തമാണ്. അതിൽ അദ്ദേഹം എടുത്തു പറയുന്നത് ശ്രേയാംസ് കുമാർ ഇങ്ങോട്ട് വരുന്ന സമയത്ത് രാജ്യസഭാ MP ആയിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് അവകാശവാദമുണ്ട്. അന്നു മുതൽ തന്നെ തങ്ങൾ ഇത് കൃത്യമായ രീതിയിൽ ഉന്നയിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ വിഷയം MV ഗോവിന്ദൻ മാസ്റ്റർ സംസാരിച്ചിട്ടുണ്ട്. കൃത്യം ഈ ഉഭയകക്ഷി ചർച്ചകൾ നടക്കുമ്പോൾ, രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാമെന്നാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി അറിയിച്ചിരുന്നത് എന്നുകൂടി RJDയുടെ സെക്രട്ടറി ജനറൽ കൂടിയായ വർഗീസ് ജോർജ് പറഞ്ഞു വെക്കുന്നുണ്ട്. എഴുതി നൽകിയിട്ടുണ്ട്. അതായത് വെറുതെ പറയുക മാത്രമല്ല, LDFിൽ ഉന്നയിക്കുക മാത്രമല്ല ചെയ്തത്, ഈ രേഖാമൂലം തന്നെ CPIM സംസ്ഥാന സെക്രട്ടറിക്കും LDFിനും എഴുതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തങ്ങൾക്ക് അവകാശവാദം ഉന്നയിക്കാനുള്ള കൃത്യമായ രീതിയിലുള്ള അവകാശമുണ്ട് എന്ന് തന്നെയാണ്, രാജ്യസഭാ സീറ്റിനുള്ള കൃത്യമായ അവകാശമുണ്ട് എന്ന് തന്നെയാണ് RJDയും വ്യക്തമാക്കുന്നത്. എന്തായാലും ഇപ്പോൾ CPIMനെ സംബന്ധിച്ചിടത്തോളം, ഇത് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു കീറാമുട്ടി തന്നെയാണ്. ഇത് എങ്ങനെ പരിഹരിക്കുമെന്നത് അവരെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി കൂടി 20-ന് ശേഷം മുഖ്യമന്ത്രി എത്തുകയാണ്. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ ധാരണ ഉണ്ടാവുക. എല്ലാവരോടും വെവ്വേറെ ഉഭയകക്ഷി ചർച്ചകൾ നടത്തിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനായിരിക്കും CPIMന്റെ ഭാഗത്തു നിന്ന്, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാഗത്തു നിന്ന് ഒരു നീക്കം നടക്കുക എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച് RJDയും രംഗത്തെത്തിയിരിക്കുകയാണ്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനി പോകുന്നത് അമേരിക്കയിലേക്കാണ്. അമേരിക്കയിൽ അന്തരിച്ച ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സഭ അധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പൊലീത്തയുടെ സംസ്കാര ചടങ്ങുകളുടെ 1ാം ഘട്ടം പൂർത്തിയായി. ഡാളസ് വിൽസ് പോയിന്റിലെ സെയിന്റ് പീറ്റേഴ്സ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് കത്തീഡ്രലിലാണ് ചടങ്ങുകൾ. 8 ഘട്ടങ്ങളായാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. മധു കൊട്ടാരക്കര ചേരുന്നുണ്ട് അമേരിക്കയിൽ നിന്ന് വിവരങ്ങളുമായി. മധു കൊട്ടാരക്കര, ഗുഡ് മോർണിംഗ്. ഏത് രീതിയിലാണ് ചടങ്ങുകൾ ക്രമീകരിച്ചിട്ടുള്ളത്? ഇപ്പോൾ എന്താണ് ചടങ്ങുകൾ നടക്കുന്നത് അവിടെ?
ഗുഡ് മോർണിംഗ് സ്മിത. കാലം ചെയ്ത അഭിമന്യ മോറോൺമാർ അത്തനേഷ്യോസ് യോഹാൻ പ്രഥമൻ മെത്രാപ്പോലിതയുടെ അന്തിമോപചാരം അർപ്പിക്കുന്ന പൊതുദർശനമാണ് ഇപ്പോൾ ഡാളസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മലയാളികളും സഭാ നേതൃത്വവും ഒരുപാട് വികാരിമാരും ബിഷപ്പുമാരും ഒക്കെ ഈ അന്തിമോപചാരം അർപ്പിക്കുവാൻ ഡാളസിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഓർത്തഡോക്സ് പാരമ്പര്യപ്രകാരമാണ് ശവസംസ്കാര ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡാലസിലെ റെസ്റ്റ്ലാൻഡ് ഫ്യൂണറൽ ഹോമിൽ പൊതുദർശനത്തിന് ഇന്ന് പ്രാദേശിക സമയം വൈകിട്ട് 4 മണി മുതലാണ് ഈ പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുന്നത്. നൂറുകണക്കിന് വിശ്വാസികളും ബിഷപ്പുമാരും അതുപോലെ മലയാളി സംഘടനാ നേതാക്കളും മറ്റു മതസ്ഥരും ഒക്കെ എത്തിയിരുന്നു. സുവിശേഷ ലോകത്ത് ഡോക്ടർ KP യോഹന്നാൻ എന്ന പേരിൽ വിശ്വാസികളുടെ ഹൃദയത്തിൽ കുടിയേറിയ യോഹാൻ മെത്രാപ്പോലിതയുടെ ഈ പെട്ടെന്നുള്ള വേർപാടിന്റെ ഞെട്ടലിൽ ഈ അന്തിമോപചാരം അർപ്പിച്ച് സംസാരിച്ച പലരിലും നമുക്ക് കാണുവാനും സാധിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലിത, അതുപോലെ യാക്കോബ സഭയുടെ ആർച്ച് ബിഷപ്പ് മാർ ടൈറ്റസ് എൽദോ, മുൻ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ PJ കുര്യൻ തുടങ്ങിയവർ ഡാലസിലെത്തി അന്തിമോപചാരം നൽകിയവരിൽ ഉൾപ്പെടുന്നുണ്ട്. 8 ഘട്ടങ്ങളിലായിട്ട് നടക്കുന്ന ഈ കബറടക്ക ശുശ്രൂഷയുടെ ആദ്യഘട്ടം ഇന്നലെ ഡാലസ് വിൽസ് പോയിന്റിലെ സെയിന്റ് പീറ്റേഴ്സ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് കത്തീഡ്രൽ വെച്ചാണ് നടത്തപ്പെട്ടത്. ഇവിടെ നിന്ന് അമേരിക്കയിൽ നിന്ന് തിരിച്ച് കേരളത്തിൽ തിരുവല്ലയിൽ സഭാ ആസ്ഥാനത്തായിരിക്കും അദ്ദേഹത്തിന്റെ ഈ പിന്നീടുള്ള ശവസംസ്കാര ശുശ്രൂഷയും കബറടക്കവും നടക്കുക. ഇതിനായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരികയാണെന്നാണ് സഭാ കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് അറിയുവാൻ സാധിച്ചത്. സ്മിത. ശരി, മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ്. മെയ് 31 കാലവർഷം കേരളത്തിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയിൽ നിന്ന് ഒരു ദിവസം നേരത്തെ ഇത്തവണ കാലവർഷം എത്തുമെന്നാണ് പ്രവചനം. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ വേനൽ മഴ സജീവമാകുമെന്ന് മുന്നറിയിപ്പുണ്ട്. ഇന്ന് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ 6 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. മലയോര മേഖലകളിൽ മഴ ശക്തമാകാൻ സാധ്യതയുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അതിനാൽ തെക്കൻ കേരള തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. മഞ്ഞപ്പിത്ത വ്യാപനമുണ്ടായ പെരുമ്പാവൂർ വേങ്ങൂരിൽ വാട്ടർ അതോറിറ്റി ജീവനക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ ഉപവാസ സമരം ഇന്ന്. വാട്ടർ ടാങ്കിലെ വെള്ളം ശുദ്ധീകരിക്കുന്നതിൽ അനാസ്ഥ കാണിച്ച ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി ജലസേചന വകുപ്പിന് കത്തു നൽകി. നിലവിൽ 189 പേർക്കാണ് പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. 2 പേരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്നവരുടെ ചികിത്സാ ചെലവിനുള്ള ധനസമാഹരണം ആരംഭിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. മലപ്പുറം മൂന്നിയൂരിൽ അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ ബോധവൽക്കരണം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. പ്രദേശത്തെ വീടുകളിലെത്തി കിണറുകളിലും മറ്റും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ക്ലോറിനേഷൻ നടത്തി. പ്രദേശത്ത് ആർക്കെങ്കിലും പനിയോ മറ്റ് രോഗലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിനെ ബന്ധപ്പെടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടലുണ്ടി പുഴയുടെ മുന്നിയൂർ പ്രദേശത്തെ കടവുകളിൽ ഇറങ്ങുന്നതിന് വിലക്കേർപ്പെടുത്തി പഞ്ചായത്ത് ഇന്നലെ ഉത്തരവിറക്കിയിരുന്നു. പരിസര പ്രദേശങ്ങളിലെ ആളുകളെ ഉൾപ്പെടുത്തി വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 10,000-ൽ ഒരാൾക്ക് മാത്രം ബാധിക്കുന്ന രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ജീവിക്കുന്ന അമീബ മൂക്കിലെ നേർത്ത തൊലിയിലൂടെ ശരീരത്തിൽ കടന്ന് തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കും. ആശങ്ക വേണ്ടെന്ന് ആരോഗ്യവകുപ്പ് പറയുമ്പോഴും ജാഗ്രത അനിവാര്യം. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് അഥവാ അമീബിക് മസ്തിഷ്ക ജ്വരം. എന്താണ് അമീബിക് മസ്തിഷ്ക ജ്വരം? നേഗ്ലറിയ ഫൗലേറി എന്ന അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണു തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് രോഗമുണ്ടാകുന്നത്. 10,000-ൽ ഒരാൾക്ക് ബാധിക്കുന്ന രോഗമാണ് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ്. ഈ രോഗം മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരില്ല. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ജീവിക്കുന്ന അമീബ മൂക്കിലെ നേർത്ത തൊലിയിലൂടെ മനുഷ്യ ശരീരത്തിൽ കടക്കുകയും തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുന്ന മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുകയുമാണ് ചെയ്യുന്നത്. ജലത്തിൽ സ്വതന്ത്രമായി ജീവിക്കുന്ന അമീബ ഒഴുക്കില്ലാത്ത ജലാശയങ്ങളിലാണ് പൊതുവെ കാണുന്നത്. നീർച്ചാലിലോ കുളത്തിലോ കുളിക്കുന്നത് വഴിയാണ് അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ മനുഷ്യ ശരീരത്തിലേക്ക് കടക്കുന്നത്. രോഗാണുബാധയുണ്ടായി 1 മുതൽ 9 ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും. തീവ്രമായ തലവേദന, പനി, ഓക്കാനം, ഛർദി, കഴുത്തുതിരിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ്
പ്രാഥമിക ലക്ഷണങ്ങൾ. പിന്നീട് ഗുരുതരാവസ്ഥയിലെത്തുമ്പോൾ അപസ്മാരം, ബോധക്ഷയം, ഓർമ്മക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാവുന്നു. നട്ടെല്ലിൽ നിന്നും സ്രവം കുത്തിയെടുത്ത് പരിശോധിക്കുന്നത് വഴിയാണ് രോഗനിർണയം നടത്തുന്നത്. കുട്ടികളിലും കൗമാരക്കാരിലുമാണ് ഈ ബാക്ടീരിയ പ്രധാനമായും രോഗമുണ്ടാക്കുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് ഇന്ത്യയിൽ ഫലപ്രദമായ മരുന്നുകളില്ല. നേഗ്ലറിയക്കെതിരെ ഫലപ്രദമെന്ന് കരുതുന്ന ഒരു കൂട്ടം മരുന്നുകളുടെ സംയുക്തം ഉപയോഗിച്ചാണ് ഈ രോഗം ചികിത്സിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ മരുന്ന് കിട്ടാനുള്ള സാധ്യത ആരോഗ്യവകുപ്പ് തേടുന്നുണ്ട്. അണുബാധയേറ്റാൽ മരണസാധ്യത കൂടുതലാണ് എന്നതാണ് വലിയ വെല്ലുവിളി. ആഗോളതലത്തിൽ തന്നെ ഈ രോഗബാധയേറ്റാലുള്ള മരണസാധ്യതാ ശതമാനം 100-നടുത്താണ്. അതിനാൽ രോഗം വരാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക മാത്രമാണ് പ്രധാന പ്രതിരോധ മാർഗം. കെട്ടിക്കിടക്കുന്നതോ വൃത്തിയില്ലാത്തതോ ആയ വെള്ളത്തിലോ നീർച്ചാലിലോ കുളിക്കാതിരിക്കുക, മൂക്കിലേക്ക് വെള്ളം ഒഴിക്കാതിരിക്കുക എന്നിവയിലൂടെ രോഗം വരാതെ നോക്കാം. രോഗലക്ഷണങ്ങൾ കണ്ടാൽ അവഗണിക്കാതെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കണം. അവധിക്കാലമായതിനാൽ കുട്ടികൾ നീന്തൽക്കുളത്തിൽ ഇറങ്ങുന്നതും വെള്ളത്തിൽ കളിക്കുന്നതും വ്യാപകമാണ്. അതിനാൽ ഇക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. ശരിയായ രീതിയിൽ ക്ലോറിനേറ്റ് ചെയ്ത നീന്തൽക്കുളങ്ങളിൽ കുട്ടികൾ കുളിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. 24 തിരുവനന്തപുരം. പ്രഭാത വാർത്തയിലേക്ക് വീണ്ടും. ഇനി തെരഞ്ഞെടുപ്പിന്റെ വാർത്തകളിലേക്കാണ്. 5ാം ഘട്ടത്തിന്റെ ആവേശം. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് ഇന്ത്യ UAE. MGM Group of Institutions. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും നാളെയും ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് പ്രചാരണം നടത്തും. ഇന്ന് ജൗൻപൂരിലും അസംഗഡിലും മോദി പ്രചാരണ റാലികളിൽ പങ്കെടുക്കും. മേഖലയിൽ മച്ലി ഷഹർ ഒഴികെ അസംഗഡ്, ലാൽഗഞ്ച്, ജൗൻപൂർ സീറ്റുകളിൽ 2019 BJP പരാജയപ്പെട്ടിരുന്നു. കടുത്ത മത്സരം നടക്കുന്ന ഇത്തവണ ബുന്ദേൽഖണ്ഡ് മേഖലയിൽ പ്രത്യേക ശ്രദ്ധയൂന്നാനാണ് BJPയുടെ തീരുമാനം. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ബീഹാറിലാണ് പ്രചരണം നടത്തുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും ഇന്ന് ഒഡീഷയിൽ പ്രചാരണം നടത്തും. പ്രിയങ്ക ഗാന്ധി അമേഠി, റായ്ബറേലി മണ്ഡലങ്ങളിലെ പ്രചാരണം തുടരും. ഡൽഹിയിൽ ഇന്ത്യ സഖ്യത്തിനായി വോട്ട് തേടി ഒരു കൂട്ടം മലയാളികൾ. രാജ്യതലസ്ഥാനത്തെ ഓരോ മലയാളി വോട്ടുകളും ഇന്ത്യ സഖ്യത്തിന് ഉറപ്പിക്കുകയാണ് ലക്ഷ്യം. ലക്ഷത്തോളം ദക്ഷിണേന്ത്യക്കാരാണ് ഡൽഹിയിലെ വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിലുള്ളത്. ഇതിൽ തന്നെ 10 ലക്ഷത്തോളം പേർ മലയാളികൾ. പല മണ്ഡലങ്ങളിലും മലയാളി വോട്ടുകൾ വിജയത്തെ സ്വാധീനിക്കും. ഈ വോട്ടുകളിൽ കണ്ണുവച്ചാണ് ഡൽഹിയിലെത്തിയ KSU പ്രവർത്തകരുടെ വോട്ടു തേടൽ. മലയാളി അസോസിയേഷൻ വഴി ഫോൺ നമ്പർ ശേഖരിക്കും. പിന്നെ ഓരോ നമ്പറുകളിലും ഡൽഹി PCC ഓഫീസിൽ നിന്ന് കോളെത്തും. ഡൽഹിയിലുള്ള ഓരോ മലയാളികളെയും, അത് വീട്ടിലുള്ള ഒരാളെയല്ല, ആ കുടുംബത്തിൽ വോട്ട് 4 പേർക്കുണ്ടെങ്കിൽ ആ 4 പേരെയും വിളിച്ച് സംസാരിക്കുകയും അവരുമായിട്ട് ഇലക്ഷൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അവരുടെ ആവശ്യകതകളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് ഇലക്ഷൻ്റെ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യും. ഇപ്പോൾ അവർക്ക് അവരുടെ സ്ഥലം അറിയണമെങ്കിലോ മണ്ഡലം അറിയണമെങ്കിലോ വോട്ട് ചെയ്യേണ്ട എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അതും നമ്മൾ ചെയ്തു കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. കേവലം കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് മാത്രമല്ല, ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളുടെ പെട്ടികളിലേക്കും കേരളത്തിൽ നിന്നെത്തിയ സംഘം വോട്ടുറപ്പിക്കുന്നുണ്ട്. സാറിന്റെ വോട്ട് ഡൽഹിയിലാണോ? ഡൽഹി തന്നെയാണ്. ഓക്കെ സാർ, അപ്പോൾ ഞങ്ങൾ വിളിച്ചത് ഇന്ത്യ മുന്നണിക്കായി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് വിളിച്ചതാണ് സാർ. കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒറ്റ മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നത്, ഇന്ത്യ മുന്നണി. ഓക്കെ സാർ, അപ്പോൾ സാറിന്റെ വോട്ടും ഫാമിലിയുടെ വോട്ടും ഇന്ത്യ മുന്നണിക്കാന്ന് പ്രതീക്ഷിക്കാമല്ലോ. 24 ഡൽഹി. പശ്ചിമ ബംഗാളിൽ CPIM-നെയും കോൺഗ്രസിനെയും ഒപ്പം കൂട്ടില്ലെന്ന് മമതാ ബാനർജി. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ പുറത്തുനിന്ന് പിന്തുണ നൽകും. അനിവാര്യമായ സാഹചര്യത്തിൽ BJPയെ പുറത്താക്കാനാണ് പുറത്തുനിന്നുള്ള പിന്തുണ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൈകളിലെ പാവയാണെന്നും മമതാ ബാനർജി കുറ്റപ്പെടുത്തി.
ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. എം ഹസനുമായുള്ള അഭിപ്രായ ഭിന്നതയിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് വ്യക്തമാക്കി KPCC അധ്യക്ഷൻ കെ സുധാകരൻ. അച്ചടക്ക നടപടി നേരിട്ട MA ലത്തീഫിനെ പാർട്ടിയിൽ തിരിച്ചെടുക്കാനുള്ള തീരുമാനം റദ്ദാക്കിയതോടെ പോരുമുറുകി. എം ഹസൻ ആക്ടിംഗ് പ്രസിഡന്റായ സമയത്തെ തീരുമാനം റദ്ദാക്കിയതിൽ ഗ്രൂപ്പുകൾക്ക് അമർഷമുണ്ട്. എന്നാൽ കടുത്ത നടപടികളുമായി മുന്നോട്ടു പോകണം എന്നാണ് സുധാകര പക്ഷത്തിന്റെ നിലപാട്. MA ലത്തീഫിന്റെ സസ്പെൻഷൻ പിൻവലിക്കുക എന്ന A ഗ്രൂപ്പിന്റെ ഏറെ നാളായുള്ള ആവശ്യമാണ് MMSN നടപ്പിലാക്കിയത്. ഈ നടപടി തിരുത്തുന്നതിലൂടെ സുധാകരൻ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാടാണ് പ്രഖ്യാപിക്കുന്നത്. ഒരർത്ഥത്തിൽ കെ സുധാകരനും MMSനും നേരിട്ട് കൊമ്പുകോർക്കുന്നു. അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തിരിച്ചുവരവിനെ എതിർത്തവർക്ക് കൂടിയുള്ള മറുപടിയാണ് സുധാകരൻ നൽകുന്നത്. രമേശ് ചെന്നിത്തല, KC ജോസഫ് ഉൾപ്പെടെ AI ഗ്രൂപ്പുകാർക്ക് MMSN തുടരട്ടെ എന്ന നിലപാടായിരുന്നു. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവരുടെ പിന്തുണ കെ സുധാകരനായിരുന്നു. ഈ പിന്തുണ ഉപയോഗിച്ചാണ് വീണ്ടും അധ്യക്ഷ സ്ഥാനത്തേക്ക് സുധാകരൻ തിരിച്ചെത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം കോൺഗ്രസിൽ വലിയ വെട്ടിനിരത്തലുണ്ടായാലും അത്ഭുതപ്പെടാനില്ല. അതേസമയം സുധാകരന്റെ നീക്കങ്ങളിൽ ഗ്രൂപ്പ് നേതൃത്വങ്ങൾക്ക് കടുത്ത അതൃപ്തിയാണുള്ളത്. തൽക്കാലം പരസ്യ പ്രസ്താവന വേണ്ടെന്നും തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഹൈക്കമാൻഡിനെ സമീപിക്കാനുമാണ് AI ഗ്രൂപ്പുകളുടെ നീക്കം. AB ജയശങ്കർ, 24, തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനു ശേഷം KPCCയും DCCകളും പുനഃസംഘടിപ്പിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രവർത്തനം വിലയിരുത്തിയാകും പുനഃസംഘടന. ബ്ലോക്ക് കമ്മിറ്റികളിൽ നിലവിലെ നേതൃത്വം തുടരും. KPCC അധ്യക്ഷൻ കെ സുധാകരൻ തുടരുന്നതിൽ തീരുമാനം ഹൈക്കമാൻഡിന് വിടും. AV ജയശങ്കർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ജയശങ്കർ, കൂടുതൽ വിവരങ്ങൾ. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു ശേഷം പുനഃസംഘടന നടത്താനാണ് നിലവിൽ KPCC തലത്തിലുള്ള ആലോചന. KPCC കമ്മിറ്റികളും ഒപ്പം തന്നെ DCC കമ്മിറ്റികളും പൂർണ്ണമായ രീതിയിൽ പുനഃസംഘടിപ്പിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെ പ്രവർത്തകരുടെ അല്ലെങ്കിൽ നേതാക്കളുടെ പ്രവർത്തനം ഉൾപ്പെടെ വിലയിരുത്തിയ ശേഷമായിരിക്കും ഇവരെ നേതൃതലത്തിലേക്ക് കൊണ്ടുവരിക. ഈ കാര്യം പ്രത്യേകം പരിശോധിച്ചുകൊണ്ടായിരിക്കും പുതിയ നിയമന കാര്യങ്ങളിലേക്ക് കടക്കുക. ഒപ്പം തന്നെ യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും പ്രത്യേക പരിഗണന നൽകാനും ആലോചിക്കുന്നുണ്ട്. കാരണം പല പുനഃസംഘടനകളിലും യുവാക്കളും ഒപ്പം പുതിയ ആളുകൾക്കും വലിയ അവസരം ലഭിക്കുന്നില്ലെന്ന പരാതിയുണ്ട്. ഈ പരാതി പരിഹരിക്കാൻ ഇത്തരം അവസരങ്ങൾ നൽകും. പിന്നെ നിലവിലെ ബ്ലോക്ക് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കില്ല. തൽക്കാലം പഴയ സ്ഥിതി തുടരാനാണ് തീരുമാനം. കെ സുധാകരൻ തുടരുന്ന കാര്യം ഹൈക്കമാൻഡിന് വിടും. എന്തായാലും സുധാകരന്റെ രണ്ടാം വരവിന് പിന്നാലെ KPCCയിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. പുനഃസംഘടന നടക്കുന്നില്ലെന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ നിലനിൽക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പുനഃസംഘടനയിലേക്ക് കടക്കാൻ നിലവിൽ നേതൃത്വത്തിൽ ധാരണയായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമേ ഉണ്ടാകും. എന്തായാലും ഗ്രൂപ്പുകൾക്ക് ഉൾപ്പെടെ അവരുടെ താല്പര്യങ്ങൾ ഉൾപ്പെടെ എങ്ങനെ പരിഗണിക്കും എന്നുള്ള വിഷയങ്ങളെല്ലാം തന്നെ നിർണായകമാണ്. എന്തായാലും ഫലം വന്നതിന് ശേഷം കോൺഗ്രസ് കേരളത്തിലെ KPCC മറ്റൊരു പുനഃസംഘടനയിലേക്ക് കടക്കുകയാണ്. സ്മിത, ശരി. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമാകും KPCC പുനഃസംഘടന ഉണ്ടാവുക. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് കൂടി. ഫോർട്ട് കൊച്ചിയിൽ യുവാവിനെ കടയിൽ കയറി കുത്തിക്കൊന്ന സംഭവത്തിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഇന്നലെ രാത്രിയാണ് ഫോർട്ട് കൊച്ചി സൗദി സ്കൂളിന് സമീപം ബിനോയ് സ്റ്റാൻലി എന്ന യുവാവ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ അത്തിപ്പുഴി സ്വദേശി അലനു വേണ്ടിയാണ് പോലീസിന്റെ അന്വേഷണം. മുൻ വൈരാഗ്യത്തെ തുടർന്ന് അലൻ ബിനോയിയെ കുത്തി കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കൃത്യം നടത്തിയ ശേഷം അലൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. സ്ഥലത്തെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇതോടെ പ്രഭാത വാർത്ത പൂർണ്ണമാകുന്നു.